പ്ലാന്റ്സ് ആൻഡ് പോട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി സെയിൽസ് വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മൾ വുമൻസ് ഡേ സ്പെഷ്യലായിട്ട് സെയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി റെസ്പോൺസ് ആയിരുന്നു കേട്ടോ. ഒത്തിരി പേര് നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റ്സുകൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ 3 പേർക്ക് ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും പ്ലാന്റ്സുകൾ ഞാൻ അയച്ചു തീർത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും അപ്ഡേഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പലവരുടെയും കയ്യിൽ പ്ലാന്റ്സുകൾ കിട്ടി നല്ല നല്ല റിവ്യൂസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ താങ്ക് യു എല്ലാവരോടും. അതുമാത്രമല്ല പിന്നെയും ആ വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് പ്ലാന്റ്സുകൾ ചോദിച്ചപ്പോൾ ഓരോരുത്തർക്ക് റിപ്ലൈ കൊടുക്കാൻ പോസിബിൾ അല്ലാത്തതുകൊണ്ടിട്ടാണ് നമ്മൾ രണ്ടാമതൊരു സെയിൽ പോസ്റ്റ് ചെയ്യാനായിട്ട്. ഇതിലും പ്ലാന്റ്സുകളെല്ലാം ഓഫർ പ്രൈസിലായിരിക്കും. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ട പ്ലാന്റ്സുകളും പുതിയ പ്ലാന്റ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. പട്ടിപ്പൊളി പ്ലാന്റുകളൊക്കെ വന്നിട്ടുണ്ട്. പുതിയ വെറൈറ്റീസ് ഉണ്ട്, റെയർ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണുന്ന പ്ലാന്റ്സുകൾ ആവശ്യമുണ്ടെന്നാണെങ്കിൽ ഞാൻ ഇതിൻ്റെ സൈസും റേറ്റും ഒക്കെ കാണിച്ചതിന് ശേഷം പ്ലാന്റ്സുകൾ ആവശ്യമുണ്ടെന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാകും. അതിൽ മെസ്സേജ് അയക്കട്ടോ. ഒന്നില്ലെങ്കിൽ നിങ്ങൾ വേണ്ട ചെടി ഏതാണെന്ന് വെച്ചാൽ ഒരു സ്ക്രീൻഷോട്ട് ഇടുകയോ അല്ലെങ്കിൽ ഓരോരുത്തരുടെ പേര് എനിക്കറിയാവുന്നതിൻ്റെ പേര് ഞാനിതിൽ പറഞ്ഞു പോകുന്നുണ്ട്. ആ പേരുകളൊന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്തിടുകയോ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം പേരുടെ എൻക്വയറി ഇപ്രാവശ്യം എടുക്കാൻ പറ്റും എന്നാണ് നമ്മൾ കരുതണേ കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നായിട്ട് നമ്മൾ ഈ പ്ലാൻസുകൾ അയച്ചു തരുന്നത് കേട്ടോ. നമുക്കിപ്പോൾ 4 സർവീസ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഒന്ന് DTDC സർവീസ് വഴി, 2 സ്പീഡ് പോസ്റ്റ് വഴി, മൂന്നാമത്തെ നമുക്ക് പെറ്റ് സർവീസ് എല്ലാവരോടും പറയാറുണ്ട്. നമ്മൾ പെറ്റ്സുകളെ ഡിസ്ട്രിക്റ്റുകളിൽ നിന്ന് ഡിസ്ട്രിക്റ്റുകളിലേക്ക് കൊണ്ടുപോകുന്ന വണ്ടികളാണ് പെറ്റ് സർവീസ്. അത് നാഷണൽ ഹൈവേയിലൂടെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കളക്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് അത് കളക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് പറ്റാതെ ഞങ്ങൾക്ക് ഡയറക്റ്റ് ഇതേ പോട്ടേപ്പാടി തന്നെ വീട്ടിൽ ഹോം ഡെലിവറി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർക്കായിട്ട് പുതിയൊരു സർവീസും കൂടിയുണ്ട്. പ്ലാന്റ്സ് വെഹിക്കിൾ എന്ന് പറയും. അപ്പോൾ അവർ ഡയറക്റ്റ് വീട്ടിൽ കൊണ്ടുപോയി തരും കേട്ടോ. അപ്പോൾ അതിനോട് നമ്മൾ വിളിച്ച് അവരായിട്ട് കോൺടാക്ട് ചെയ്ത് സംസാരിച്ചപ്പോൾ അവർ നമ്മളോട് പറഞ്ഞെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബോക്സിന് ഏകദേശം നമുക്ക് ഇപ്പോൾ അയച്ചൊരു എക്സ്പീരിയൻസ് വെച്ചിട്ടൊരു അത്യാവശ്യം വലുപ്പമുള്ളൊരു ബോക്സിൽ ഒരു 4 പ്ലാന്റ്, അതായത് ഒരു 8 ഇഞ്ചിന്, ഞാൻ 4 ആണ് പറയുന്നത്, ചിലതിൽ 5 കൊള്ളിക്കാൻ പറ്റാറുണ്ട്, എങ്കിലും മിനിമം 4 പ്രതീക്ഷിക്കാം. 4 8 ഇഞ്ചിൻ്റെ പോട്ട് കൊള്ളുന്ന ഒരു പെട്ടി വീട്ടിൽ അത് നാഷണൽ ഹൈവേയുടെ അടുത്താണ് വീടെങ്കിൽ ആ ഡെലിവറി ചെയ്യണവരിന് അവർ 400 രൂപയാണ് നമ്മളോട് ചാർജ് പറയണത്. ഇനി നാഷണൽ ഹൈവേയുടെ അടുത്ത് നിന്ന് ഉള്ളിലേക്കാണ് വീടുകളെങ്കിൽ കിലോമീറ്റർ വൈസ് ചാർജ് അവർ ഈടാക്കും എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞേക്കണത്. അപ്പോൾ ഒത്തിരി പേർക്ക് ആഗ്രഹമാണ് ഹൈവേ ചെന്ന് പ്ലാന്റ്സുകൾ മേടിക്കാൻ പറ്റില്ല, വീട്ടിലൊന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നവർക്ക് ആ ഒരു സർവീസും കൂടി ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ ഡീറ്റെയിൽസാണ് നിങ്ങളോട് ഫോർവേഡ് ചെയ്തത്. അപ്പോൾ ആർക്കെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് ആ ഒരു സർവീസ് ആവശ്യമുണ്ടെന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥലം പറയുക. അതനുസരിച്ച് നമ്മൾ അവരോട് കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസൊക്കെ ചോദിച്ച് കറക്റ്റായിട്ട് അയക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതും കൂടി ആ ഒരു സർവീസും കൂടി നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ചാർജസ് ഇങ്ങനെയായിരിക്കും വരിക. ആ കിലോമീറ്റർ ഹൈവേയിൽ നിന്ന് ഉള്ളിലേക്ക് വരുന്നവർ കിലോമീറ്റർ വൈസ് വരുന്ന ആ ഡിഫറൻസ് നമുക്കുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോയിൽ നമ്മൾ പ്ലാന്റ്സിൻ്റെ സൈസ് റേറ്റും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അതെല്ലാം കണ്ടതിന് ശേഷം മാത്രം പ്ലാന്റ്സുകൾ പർച്ചേസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ പ്ലാന്റ്സുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് എങ്ങനെയാണോ പെറ്റ് സർവീസ് വഴിയായാലും സ്വീറ്റ് പോസ്റ്റ് വഴിയായാലും DTDC ആയാലും നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്കതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ട് തരാം കേട്ടോ. പലവരും നല്ല പ്ലാന്റ്സാണ്, ഹെൽത്തി പ്ലാന്റ്സ് ആണെന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഇടുന്നവരുണ്ട്. അതും ഒരു റിവ്യൂ ആണ് എങ്കിൽ കൂടി ഫോട്ടോസ് ഇടുമ്പോൾ നമുക്കൊരു ഇച്ചിരി കൂടി ഹാപ്പിനെസ് കിട്ടും. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അയച്ചത് സേഫായിട്ട് നിങ്ങളുടെ കയ്യിലിട്ട് കിട്ടിയെന്ന് അറിയുമ്പോഴാണ് നമുക്കൊരു സന്തോഷം. അപ്പോൾ അതും ഒന്ന് ചെയ്യാനായിട്ട് ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകും. പ്ലാന്റ്സിൻ്റെ സൈസും റേറ്റും ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ട്രൈ കളറാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് 2 പ്ലാന്റ് സ്റ്റോക്കിലുണ്ടായിരുന്നുള്ളൂ. ഈ പ്രാവശ്യം അത്യാവശ്യം ക്വാണ്ടിറ്റി നമുക്ക് ഈ പ്ലാന്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് പ്രത്യേകത എന്താണെന്ന് പലരും ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു തരുന്നത്, ഇത് ട്രൈ കളർ വെരിഗേറ്റഡ് എന്ന് പറഞ്ഞാൽ ലീഫിൽ ഇങ്ങനെ വെരിഗേഷൻസ് ഉണ്ടാവും. ആ പൂക്കളും ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ എത്ര ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാവണമെന്ന് എനിക്കറിയാൻ പാടില്ല, എങ്കിലും ഒരു പ്രത്യേക ഭംഗിയാണ്. എൻ്റെ പെറ്റൽസും കാണാനായിട്ട് ആ പൂക്കളുടെ ആ ഒരു വെരിഗേഷൻസും കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇതിന് കുറച്ച് പ്ലാന്റ്സുകൾ നമുക്കിപ്പം അത്യാവശ്യം കുറച്ച് പ്ലാന്റ്സുകൾ നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല റേറ്റുള്ള പ്ലാന്റാണ്. ചെറിയ പ്ലാന്റിന് വരെ വളരെ വിലയുള്ള പ്ലാന്റാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സിൻ്റെ റേറ്റ് 480 രൂപയ്ക്കാണ് നമ്മൾ കൊണ്ടുവന്നത് കേട്ടോ. അത്യാവശ്യം നല്ല പ്ലാന്റ്സ് ആണ് കേട്ടോ. എല്ലാം തന്നെ എല്ലാത്തിൻ്റെ സൈസ് ഇതുപോലെ അല്ല കേട്ടോ. എൻ്റെ കയ്യിൽ കിട്ടുന്ന മാക്സിമം പ്ലാന്റ്സിൻ്റെ സൈസ് എല്ലാം ഞാനിങ്ങനെ മറിച്ച് കാണിച്ചിട്ടാണ് പോകാറ് കണ്ടോ. ഇങ്ങനെയൊക്കെ വരാറുള്ളത്. ഇതെല്ലാം ഒരു കവർ സൈസിൽ പിടിപ്പിച്ചിട്ട് ചട്ടിയിലേക്ക് ഇറക്കി വെച്ചിരിക്കുന്നതുകൊണ്ടിട്ട് തന്നെ എപ്പോഴും നമ്മൾ ഈ പ്ലാന്റ്സ് എടുക്കുമ്പോൾ ആ കവറിൻ്റെ ആ മണ്ണ് അതിൻ്റെ അടിയിൽ അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സേഫായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് പാക്കിങ് ചെയ്യാം. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് പിടിച്ച് കിട്ടുകയും ചെയ്യും. നമുക്ക് ഹാങ്ങിങ്ങിലൊക്കെ ഇടാൻ പറ്റുന്ന ബെസ്റ്റ് വെറൈറ്റിയാണ് ട്രൈ കളറിൻ്റെ പ്ലാന്റ്സ്. ഇപ്പോൾ ട്രൈ കളറിൻ്റെ കണ്ടോ, ഈ പ്ലാന്റുകളെല്ലാം ട്രൈ കളറിൻ്റെ പ്ലാന്റുകളാണ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റ് സൈസ് വരണേ കേട്ടോ. അപ്പോൾ ചെറിയ സൈസാണ് കേട്ടോ. പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്, ചെറിയ സൈസാണ് പ്ലാന്റ് വരുന്നത്.
ഇതിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് 480 480 രൂപയാണ് വരുന്നത്. സൈസൊക്കെ കണ്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യട്ടെ. വളരെ പെട്ടെന്ന് ഡെവലപ്പ് ആവണേണ്. ട്രൈ കളർ വെരിഗേറ്റഡ് കേട്ടോ, നോർമൽ ട്രൈ കളർ അല്ല, ട്രൈ കളർ വെരിഗേറ്റഡ് എന്ന് തന്നെ ഇനിയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ദാ ഇത് നമ്മുടെ കാർഡിലെ ഹാങ്ങിങ് പോട്ടിൽ സെറ്റ് ചെയ്തിട്ടിരിക്കുന്ന ട്രൈ കളർ വെരിഗേറ്റഡ് ആണ് കേട്ടോ. അതാ നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല ഹൈറ്റിലാട്ടോ ഇത് ഹാങ് ചെയ്തിട്ടിരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെയാണ്. ഇതിൻ്റെ പൂക്കൾക്കൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ചെറിയ ചെറിയ പൂക്കളായിരിക്കും, ലീഫുകളും കണ്ടോ ഇങ്ങനെയായിരിക്കും വരാം കേട്ടോ. ഓരോ ശരിക്കും ആ 3 കളേഴ്സ് ഉണ്ട് കേട്ടോ ഇതിൽ ശരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് പ്ലാന്റ് വരണത്. വളരെ പെട്ടെന്ന് വള്ളി ഇങ്ങനെ വീശി വീശി വരും കേട്ടോ. എന്താ പറയുക, വളരെ കട്ടിയില്ലാത്ത സ്റ്റെംസാണ് ഇതിന്. വളരെ പെട്ടെന്ന് ഇങ്ങനെ ഡെവലപ്പായി വരുന്ന ഒരു പ്ലാന്റാണ്. നമുക്ക് ഹാങ്ങിങ് പോട്ടിലൊക്കെ ഇട്ട് അടിപൊളിയായിട്ടുള്ള പ്ലാന്റാണ് ട്രൈ കളർ വെരിഗേറ്റഡ്. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് സൈസാണ് ഞാൻ നേരത്തെ കാണിച്ചത്. 480 ആണ് റേറ്റ് വരുന്നത്. അതിൻ്റെ അടുത്ത വേറെ ഒരു വെറൈറ്റി, അതായത് നോർമൽ ട്രൈ കളർ ഞാൻ കാണിച്ചു തരാം. അത് കുറച്ച് പീസസേ ഉള്ളൂ കേട്ടോ. ഇതാണ് നമ്മുടെ നോർമൽ ട്രൈ കളർ കേട്ടോ. അതായത് വെരിഗേഷൻസ് ലീഫിലില്ലാണ്ട് പൂക്കൾ ഏകദേശം അതേപോലെ തന്നെ പൂക്കൾ കേട്ടോ. നല്ല ഭംഗിയായിട്ട് വരുന്ന പ്ലാന്റ്സ് ആണ്. ഒരു 8 ഇഞ്ചിൻ്റെ പോട്ട് സൈസിൽ തന്നെ. ഇതാണ് സൈസ് കേട്ടോ. ഈ ലോങ് വ്യൂ കാണിക്കുന്നത് നമ്മൾ ക്യാമറ അടുത്ത് നിന്ന് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സൈസ് വളരെ വലുതായിട്ട് തോന്നും. ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ആ ഒരു സൈസ് മനസ്സിലാകും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് പ്ലാന്റ് സൈസ് വരുന്നത്, പ്ലാന്റ്സിൻ്റെ പ്രത്യേകത ഒന്നുകൂടി കാണിച്ചു തരുന്നുണ്ട്. ഇതിൻ്റെ ലീഫ്സിൽ വെരിഗേഷൻസ് ഒന്നും തന്നെ ഇല്ല കേട്ടോ. ഇങ്ങനത്തെ പ്ലാന്റാണ്. ഇത് ബെസ്റ്റ് ഹാങ്ങിങ് വെറൈറ്റി ആണ് ഇതൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു 3 പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 550 550 ഇതിൻ്റെ റേറ്റ് വരുന്നത്. വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യട്ടെ. അത്യാവശ്യം നമ്മൾ നേരത്തെ കാണിച്ച വെരിഗേറ്റഡിനേലും ഇച്ചിരി കൂടി സൈസ് കൂടിയതും ഫുൾ ഫ്ലവറിങ് ആയിട്ടാണ് നിൽക്കുന്നത്. പ്രത്യേകം ഓർത്തിരിക്കുക, എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ പ്രത്യേകം മെൻഷൻ ചെയ്യാറുണ്ട്, ഫ്ലവേഴ്സിന് ഗ്യാരണ്ടി ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ കേട്ടോ. കാരണം ഫ്ലവേഴ്സ് പൊഴിയാറൊക്കെ ആയതുണ്ടാവും, പുതിയത് വരുന്നതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒരു പ്ലാന്റ്സിലും നമ്മൾ ഫ്ലവേഴ്സിന് ഗ്യാരണ്ടി കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ ഇതാണ് 3 സൈസാണ് ഉള്ളത്. 550 റേറ്റ് പറയണേ കേട്ടോ. അടുത്തൊരു വെറൈറ്റിയാണ് ഹവായി വൈറ്റ് കേട്ടോ. അതുപോലെ നിറഞ്ഞ് പൂക്കുന്ന ഹാങ്ങിങ്ങിൽ ഇടാൻ പറ്റുന്ന ഇത് കണ്ടോ, നിറച്ച് ഫ്ലവേഴ്സ് ആയിരിക്കും. ഇതിൻ്റെ പൂക്കളിൽക്കാ ഭംഗി ഇതിൻ്റെ ഇലകളാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും, നിറഞ്ഞ് പൂക്കൂട്ടോ. ഇതുപോലെ ഹാങ്ങിങ് ആയിട്ട് തൂങ്ങി താഴത്തേക്ക് വരുന്ന നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് ഹവായി വൈറ്റ്. അപ്പോൾ ഇതിൻ്റെ തൈകളാണ് ഇനി നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. ഒരു 8 ഇഞ്ച് പോട്ട് സൈസിൽ വരുന്ന അടിപൊളി പ്ലാന്റ്സ് ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, നമുക്ക് ഹാങ്ങിങ്ങിൽ ഇടാൻ പറ്റുന്ന അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഹവായി വൈറ്റ് എന്ന് പറയുന്നത്. സൂപ്പർ പ്ലാന്റ് ആണ്, പെട്ടെന്ന് ഡെവലപ്പ് ആവുകയും ചെയ്യും കേട്ടോ. പൂക്കളില്ലേൽ ഇത് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതിൻ്റെ തൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടാണ്. തൈകളുടെ സൈസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഹവായി വൈറ്റിൻ്റെ 8 ഇഞ്ച് പോട്ട് സൈസിൽ വരുന്ന ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ചെറിയൊരു കവർ സൈസിൽ വരുന്ന പ്ലാന്റ്സിന് പിന്നെ അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റാണ് ഹവായി വൈറ്റ് എന്ന് പറഞ്ഞാൽ. എപ്പോഴും ഒരുപാട് പേര് ചോദിക്കുന്ന വെറൈറ്റിയാണ്. ഇലകളും പൂക്കളും കൊണ്ട് പ്രത്യേക ഭംഗിയുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് 450 450 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. എല്ലാ പ്ലാന്റ്സുകളും തന്നെ അത്യാവശ്യം ഫ്ലവേഴ്സായിട്ട് തന്നെ നിൽക്കണം, നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഈ ഒരു വലുപ്പത്തിലേക്കാണ് പ്ലാന്റ്സ് വരണത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 450 ബെസ്റ്റ് ഹാങ്ങിങ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 450 വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. അടുത്ത പ്ലാന്റാണ് സൂഫിയ ഇന്ത്യാന കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പേര് മേടിച്ചു ഈ ഒരു പ്ലാന്റ്. അതിന് മുന്നേ മേടിച്ചിട്ടുണ്ട്. ഒത്തിരി എൻക്വയറി ഉള്ളൊരു ഐറ്റമാണ് സൂഫിയ ഇന്ത്യാന കേട്ടോ. ഇതിൻ്റെ ഫ്ലവറിൻ്റെ റെഫറൻസ് പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഫ്ലവേഴ്സ് ആയി വരുന്നിരിക്കുന്ന പ്ലാന്റ്സുകൾ ഒരുപാടുണ്ട്, അതെല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച അതേ സൈസ് തന്നെ ബിഗ് പ്ലാന്റ്സ് ആണ് കേട്ടോ. കിട്ടിയിരിക്കുന്നവർക്ക് ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഒത്തിരി പേര് മേടിച്ചിട്ടുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റ്സുകൾ. അവർക്കൊക്കെ പ്ലാന്റ്സ് എങ്ങനെയാണ് കിട്ടിയിരുന്നതെന്ന് പലരും പ്രതീക്ഷിച്ചതിനേലും വലിയ സൈസാണെന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല പ്ലാന്റ്സുകളാണ്. ഇതുണ്ടോ സൂഫി ഇന്ത്യാനയുടെ പ്ലാന്റ്സിൻ്റെ ആദ്യത്തെ ഫ്ലവർ കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം, എന്നിട്ട് അടുത്തതിലേക്ക് പോകും. ആദ്യം വരുന്ന ഫ്ലവേഴ്സ് ഇതുണ്ടോ, ഇതുപോലെ വൈറ്റ് ഫ്ലവേഴ്സ് ആയിരിക്കും കേട്ടോ. അതിൽ നിന്നാണ് വെരിഗേഷൻസിലേക്ക് പ്ലാന്റുകൾ വരുന്നത്. ആ വെയിൽ കിട്ടുന്ന അനുസരിച്ച് വെരിഗേഷൻ വരുമ്പോൾ അതാ നോക്കിക്കോളൂ. ഇതുണ്ട്, ഇതിപ്പോൾ വൈറ്റ് കളർ ഫ്ലവറാണ്. അതിൽ നിന്നാ ആ ഒരു വെരിഗേഷൻ നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സ് ആവും കേട്ടോ. നമുക്ക് ഇതിൻ്റെ കളറ് ഒറ്റ കളർന്നൊന്നും പറഞ്ഞ് നമുക്കിതിനെ കാണിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ റെഫറൻസ് ബുക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട്. വളരെ ഭംഗിയുള്ളൊരു പ്ലാന്റാണ് കേട്ടോ സൂഫി ഇന്ത്യാന എന്ന് പറഞ്ഞാൽ. നല്ല രസമുള്ള പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വിക്ക പ്ലാന്റ്സിലെ ഫ്ലവർ ഇടാറായ പ്ലാന്റുകളാണ് കേട്ടോ. എല്ലാത്തിലും ഫ്ലവർ ഇട്ടിട്ടില്ല. ഇപ്പോൾ ഇതിലിപ്പോൾ നല്ല വെരിഗേഷൻസ് വന്നതുകൊണ്ടിട്ട് ഞാൻ കാണിച്ചു എന്ന് മാത്രം കേട്ടോ. അത്യാവശ്യം നല്ല സൈസായിട്ടുള്ള പ്ലാന്റ്സുകളാണ് എല്ലാം ഉള്ളത്. ഇതിൻ്റെ റേറ്റ് 550 550 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നതാണ്. പലതിലും പൂക്കളൊക്കെ വിരിഞ്ഞു തുടങ്ങി. അപ്പോൾ അതാ ഈ ഒരു വലുപ്പമൊക്കെ വരുന്ന പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. എല്ലാം ഇതേ സ്റ്റെം കട്ടിയുള്ളതാണെന്ന് പറയില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മളങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ്ടോ ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റ് സൈസ് വരാം കേട്ടോ. എന്നാൽ ഇങ്ങനെയൊക്കെ സൈസ് വരണത്. ഇതിൻ്റെ റേറ്റ് വരണത് 550 കേട്ടോ. ഞാൻ ലോങ് വ്യൂ കൂടി ഒന്ന് കാണിച്ചു തരാം നിങ്ങളാ. ഇതാണ്ടോ ഇങ്ങനെയാണ് സൈസ് വരണേ കേട്ടോ.
അടുത്ത പ്ലാന്റ് ആണ് വയലറ്റ് സെപ്റ്റംബർ അല്ലെങ്കിൽ വിയറ്റ്നാം സ്പ്ലാഷ് എന്നൊക്കെ പറഞ്ഞ വെറൈറ്റി ആണ് കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ. ഇതിന് മുന്നും കാണിച്ചിട്ടുണ്ട്. വിരിഞ്ഞു വിടുന്ന ഫ്ലവേഴ്സ് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഇതാണ്ടോ, ഇതുപോലെയായിരിക്കും ഫ്ലവേഴ്സ് വരണേ കേട്ടോ. അതിൻ്റെ ഇലകളും ഒരു ലൈറ്റ് പച്ച പോലെ കളറാണ് കേട്ടോ. ലൈറ്റ് ഗ്രീനാണ് വരണത്. കണ്ടോ, നല്ല രസമാണ് കാണാനായിട്ട്. ഇതാ ഈ വിരിഞ്ഞ് തുടങ്ങുന്ന പ്ലാന്റുകൾ കാണാനുണ്ട്, ഫ്ലവേഴ്സ് കേട്ടോ. ഈ ഒരു ഭംഗിയിലേക്കാണ് വരണേ കേട്ടോ. എല്ലാ പ്ലാന്റുകളും അത്യാവശ്യം നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സാണ്. ഇതിൻ്റെ എല്ലാം നല്ല മാർക്കറ്റ് വാല്യൂ ഉള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ലോങ് വ്യൂ ഞാൻ കാണിച്ചു തരുന്നതാണ്. നല്ല ബുഷി ചട്ടി തിങ്ങി നിറഞ്ഞ് ബുഷിയായിട്ട് നിൽക്കുന്ന പ്ലാന്റ്സാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 550, 550 രൂപയാണ്. ഇതാ ഈ ഒരു വലിപ്പമൊക്കെയാണ് പ്ലാന്റ്സ് ഉണ്ടായിരിക്കുക. കണ്ടോ, ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ അടുത്ത് ഒത്തിരി പേര് മേടിച്ചിട്ടുണ്ട് കേട്ടോ. മേടിച്ചിരിക്കുന്നവർക്ക് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതാ ഇങ്ങനെയാണ് സൈസ് വരണത്. ഫ്ലവേഴ്സ് ഉണ്ട്, ചിലതിൽ ഫ്ലവേഴ്സ് ആയിട്ടില്ല കേട്ടോ. ഇതുണ്ടോ, ഇതിലിതാ ഫ്ലവർ ഇത് മുട്ടിട്ട് വരണതേ ഉള്ളൂ. പക്ഷേ പ്ലാന്റ്സ് നിങ്ങൾക്ക് കാണാം. കണ്ടോ, ഹെവി ബുഷി ആയിട്ടുള്ള പ്ലാന്റാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 550, 550 രൂപയാണ്. വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി പേര് നമ്മുടെ അടുത്ത് 8 പ്ലാന്റ് അന്ന് സ്റ്റോക്ക് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. 3 സ്റ്റാർ ഒത്തിരി പേര് ചോദിച്ചിട്ട് നമുക്ക് കൊടുക്കാൻ ഇല്ലാതിരുന്നൊരു ഐറ്റമാണ് കേട്ടോ 3 സ്റ്റാറൊക്കെ. അപ്പോൾ അതിൻ്റെ പ്ലാന്റ്സ് നമ്മൾ ഈ പ്രാവശ്യം കുറച്ച് സ്റ്റോക്ക് ഒരു 10-20 പോട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പലരും ചോദിക്കുന്നുണ്ട്. കാരണം പലർക്കും കിട്ടുമ്പോൾ ഇങ്ങനത്തെ ഫ്ലവേഴ്സ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു പ്ലാന്റ് സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇത് തന്നെ വേണമെന്ന് പറയരുത് കേട്ടോ. കിട്ടുന്നത് ഇങ്ങനത്തെയൊക്കെ പ്ലാന്റുകളായിരിക്കും. 3 സ്റ്റാർ എന്നാണ് പ്ലാന്റ് വരുന്നത് കേട്ടോ. ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഫ്ലവേഴ്സ് വരിക. ഒരു സ്റ്റാർ ഷേപ്പ് ആയിരിക്കും ഇതിൻ്റെ പെറ്റൽസ് പറഞ്ഞാൽ. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. നല്ല രസമുള്ള പ്ലാന്റാണ്. എന്താ പറയുക, ഞാൻ വെയിലത്തുനിന്ന് മാറ്റി വെച്ചിട്ട് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് വരാം കേട്ടോ. ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇതിൽ. ലൈറ്റ് റോസ് ഉണ്ട്, ഒരു വൈറ്റും ഉണ്ട്. ഇതിപ്പോൾ ശരിക്കും വരുമ്പോൾ ഒരു പീച്ച് ഷെയ്ഡാണ്. പിന്നെ ഒരു ഡാർക്ക് പിങ്കിലേക്ക് വരും കേട്ടോ. നല്ല ഭംഗിയുള്ള കളേഴ്സാണ്. ഇതാണ് സൈസ് വരണേ കേട്ടോ. ഇങ്ങനെയായിരിക്കും സൈസ് വരണേ. 8 ഇഞ്ച് പോട്ട് സൈസിലെ പ്ലാന്റ്സുകളാണ്. ഇതിൻ്റെ റേറ്റും 550, 550 രൂപയ്ക്കാണ് നമ്മൾ 5 സ്റ്റാർ കൊടുക്കുന്നത്. വേണ്ടവർക്ക് 3 സ്റ്റാർ കൊടുക്കുന്നത് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. ഇതാണ് സൈസ് വരുന്നത്. എല്ലാ പ്ലാന്റ്സിനും ഒരേ വലിപ്പത്തിലുള്ള പ്ലാന്റുകളല്ല കേട്ടോ. അത് ആദ്യം മനസ്സിലാക്കി വയ്ക്കുക. ഇങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന പ്ലാന്റ്സുകൾ വരണത്. കണ്ടോ, ഈ ഒരു സൈസൊക്കെ ആയിരിക്കും ഇതിൻ്റെ റേറ്റ് വരുന്നത് 550 കേട്ടോ. അടുത്ത പ്ലാന്റ് നോക്കിക്കോളാം. ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ, ഗോൾഡൻ സൺഷൈൻ. ഗോൾഡൻ സൺഷൈൻ ഒത്തിരി എൻക്വയറി ഉള്ള പ്ലാന്റ്സ് ആണ്. മേടിച്ചവർ 1ഉം 2ഉം ഒക്കെ മേടിച്ച കസ്റ്റമേഴ്സ് ഉണ്ട്. ഈ പൂക്കളെ വിരിഞ്ഞിട്ട് ഇതിൻ്റെ ഭംഗി കണ്ടിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു അവരോട്, ഇത് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചാണെന്ന് പറഞ്ഞപ്പോൾ അവർ പിന്നെയും പറഞ്ഞു, അയ്യോ കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ട് ഫ്ലവേഴ്സ് കാണാമെന്ന് പറഞ്ഞിട്ട് പിന്നെ 2 പ്ലാന്റ്സൊക്കെ ഇത് മേടിച്ച ആൾക്കാരുണ്ട്, നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുക ഹെവി ബുഷി പോട്ട്സാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഫ്ലവറിങ് ആയി തുടങ്ങുന്ന പ്ലാന്റ്സുകളുടെ. ഒരു മിക്കതിലും എന്താ നിങ്ങൾക്ക് കാണാൻ പറ്റുക, ഇങ്ങനെ ഫ്ലവേഴ്സ് വന്ന് തുടങ്ങി. നല്ല ഭംഗിൻ്റെ റെഫറൻസ് പിക്ക് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ പൂവായിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, അതും കൂടി ഞാൻ കൂടെ മറന്നില്ലെങ്കിൽ ഞാൻ ഷെയർ ചെയ്തേക്കാം കേട്ടോ. കാരണം അവസാനം എഡിറ്റിംഗ് ടൈമിൽ അങ്ങനെ ഒരു മറിവ് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സൈസ് പറഞ്ഞിട്ട്. ഹെവി ബുഷി എന്ന് വെച്ചാൽ നല്ല ബുഷി പോട്ട്സാണ്. 8 ഇഞ്ച് പോട്ട് സൈസിൽ. ഇതിൻ്റെ റേറ്റും 550, 550 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. ഇതാണ്ടോ, നല്ല ഭംഗിയാണ്. ഞാൻ സെപ്പറേറ്റ് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇത് 3 സ്റ്റാറാണ്. അതിൻ്റെ ഇടയിൽ ഇരുന്ന് വെച്ചതാണ്. അപ്പോൾ ഇതാണ്ടോ, കണ്ടോ, ഇത്രയും ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഗോൾഡൻ സൺഷൈൻ്റെ. കണ്ടോ, ഇങ്ങനെയാണ് പ്ലാന്റ് സൈസ് പറഞ്ഞത് കേട്ടോ. ഇത് പൂക്കൾ വന്ന് തുടങ്ങി കേട്ടോ. ഇങ്ങനത്തെ പ്ലാന്റ്സിൽ ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, ഹെവി ബുഷി ആയിട്ടുള്ള പോട്ട്സുകളാണ് കേട്ടോ. എല്ലാത്തിൻ്റെ റേറ്റ് 550 ആണ്. വേണ്ടവർ വേഗം മെസ്സേജ് ചെയ്യുക കേട്ടോ. ഗോൾഡൻ സൺഷൈൻ നമ്മുടെ അടുത്ത് എനിക്ക് തോന്നുന്നു ഒരു 30 പ്ലാന്റോളം ഇപ്പോൾ സ്റ്റോക്കിലുണ്ട് കേട്ടോ. ഇത് സുവർണയാണ് കേട്ടോ. സുവർണ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഇത് സുവർണ എന്നാണ് കേട്ടോ ഞാൻ പറയണത്. ഇതിൻ്റെ ഐഡിയും സുവർണ തന്നെയാണ്. അപ്പോൾ ഇതാണ്ടോ, ഇങ്ങനെയാണ് ഫ്ലവേഴ്സ് പറഞ്ഞത് കേട്ടോ. യെല്ലോയും വൈറ്റും ഫ്ലവേഴ്സായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഇലകളും നല്ല ഭംഗിയാണ്. അപ്പോൾ ചിലതിൽ ഈ ഒരു ഒറ്റ പ്ലാന്റിലാണ് കേട്ടോ ഫ്ലവർ ഇട്ട് നിൽക്കുന്നത്. നമ്മുടെ അടുത്ത് 4 പ്ലാന്റ്സാണ് സ്റ്റോക്കിലുള്ളത്. 550 ആണ് ഇതിൻ്റെ റേറ്റ് പറയണത് കേട്ടോ. ഒത്തിരി ബിഗ് സൈസ് ഒന്നുമല്ല. ഇത് കണ്ടോ, നല്ല ഹാർഡ് സ്റ്റെമ്മിൽ നിന്ന് തളിരുകളൊക്കെ പൊട്ടിമുളച്ച് വരുന്ന സൈസാണ്. സൈസ് കണ്ടതിന് ശേഷം മാത്രം ഈ പ്ലാന്റ് പർച്ചേസ് ചെയ്യുക കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റ് സൈസ് പറയണത്. ഇതാ നമ്മുടെ ലാസ്റ്റ് പ്ലാന്റ് ഇതാണ്ടോ, ഈ ഒരു സൈസാണ് വരുന്നത് കേട്ടോ. 550 ആണ് റേറ്റ് വരുന്നത്. എല്ലാം ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ് കേട്ടോ. നമ്മളുടെ വീഡിയോയിൽ ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് നമ്മളൊന്നും കാണിക്കുന്നില്ല കേട്ടോ. എല്ലാം ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതാണ് സൈസ് വരുന്നത്. വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ.
അടുത്ത് വരുന്ന പർപ്പിൾ ടാങ്ലോങ് ആണ് കേട്ടോ. അതിൻ്റെ പ്ലാന്റ്സുകൾ ഹെവി ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് രണ്ടാമത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അടിപൊളി പ്ലാന്റ്സ് ആണ് കേട്ടോ. നല്ല ഹെവി ബുഷി ആയിട്ടുള്ള പ്ലാന്റ് സൈസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എടുത്ത് കാണിച്ചു തരാവേ. കണ്ടോ, ഇങ്ങനെ വരുന്നതാണ് സൈസ് വരണം കേട്ടോ. നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. 780 ആണ് റേറ്റ് വരുന്നത്. സൈസ് ഞാൻ താഴെ വെച്ചിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് സൈസ് വരണത്. ചിലതിൽ ഫ്ലവേഴ്സായി വരണതേ ഉള്ളൂ കേട്ടോ. ചിലതിൽ ഫ്ലവേഴ്സാണ്. നല്ല ബുഷി ആയിട്ടുള്ള പോട്ട്സാണ്. 780 780 രൂപയാണ്. വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. അടുത്ത പ്ലാന്റ് ആണ് ഗോൾഡൻ റാവു കേട്ടോ. നമ്മൾ ഇതിന് മുന്നേ കുറേ നാൾ മുന്നേ ഇതിൻ്റെ ചെറിയ തൈകൾ സെയിലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇങ്ങനെയാണ് പ്ലാന്റ് വരാനുണ്ട്. അതിൻ്റെ ഫ്ലവേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു മിക്കതിലും ഇത്രയും വെരിഗേഷൻസ് വന്നിട്ടില്ല, ചിലതിൽ ഫ്ലവേഴ്സ് വന്നിട്ടില്ല. എങ്കിൽ കൂടി ഇതേ സൈസിലുള്ള പ്ലാന്റാണ് കേട്ടോ നമ്മൾ അവൈലബിൾ ആക്കണത്. ഇതേ സൈസായിരിക്കും പ്ലാന്റ് വരണത്. അത്യാവശ്യം നല്ല ഹൈറ്റിലുള്ള പ്ലാന്റാണ്. ഇപ്പോൾ പെറ്റ് സർവീസ് എടുക്കുന്നതായിരിക്കും കൂടുതലുള്ളത്. ഇല്ല പാക്ക് ചെയ്ത് വിടണമെന്ന് വെച്ചാൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വിടാം കേട്ടോ. ഒരു ബുദ്ധിമുട്ടും ഇല്ലതാ. നിങ്ങൾക്ക് കാണാൻ പറ്റും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെറൈറ്റിയാണ് കേട്ടോ ഗോൾഡൻ റാവു എന്ന് പറഞ്ഞാൽ. ഇതുണ്ടോ, ഇങ്ങനെയാണ് ഫ്ലവേഴ്സൊക്കെ പറഞ്ഞിട്ട്. നല്ല ഒരു ബ്രൈറ്റ്നെസ്, പൂക്കളുടെ ബ്രൈറ്റ്നെസ് ഹെവിയാണ് കേട്ടോ ഇതിൻ്റെ. കണ്ടോ, ഇങ്ങനെയാണ് വരണത്. നല്ല വലിയ സൈസ് പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 850 850 രൂപയ്ക്ക് നമ്മൾ കൊടുക്കണം. നിങ്ങൾക്ക് സൈസ് കാണാൻ പറ്റും. 850 രൂപയ്ക്ക് നമ്മൾ കൊടുക്കണം. പ്രത്യേകം പറയുകയാണ്, പൂക്കൾക്ക് ഗ്യാരണ്ടി ഇല്ല. ചിലതിൽ ഫ്ലവേഴ്സ് ഇട്ട് വരുന്നേ ഉള്ളൂ, ചിലതിൽ ഫ്ലവേഴ്സ് പൊടിയാറായതുകൊണ്ട് കേട്ടോ. ഈ ഒരു സൈസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. റേറ്റ് വരുന്നത് 850 രൂപയാണ്. വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഗോൾഡൻ റാവു എന്നാണ് ID വരണത്. അപ്പോൾ ഞാൻ ഉണ്ടായിരുന്നതിൽ നല്ല വെരിഗേഷൻസ് ഫ്ലവേഴ്സ് വന്ന ഒരെണ്ണം മാറ്റി വെച്ചതാണ്, നിങ്ങൾ സെപ്പറേറ്റ് കാണിക്കേണ്ട. അപ്പോൾ ഇനി ഇരിക്കുന്ന പ്ലാന്റ്സിലൊന്നും ഫ്ലവേഴ്സ് ആയി വരണതേ ഉള്ളൂ കേട്ടോ. അത് ഓർത്തിരിക്കുക. എങ്കിലും ഇതുവരെ നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാ വീഡിയോ വെച്ചിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഒരാൾക്ക് പോലും ID മാറാതെ പ്ലാന്റ്സുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെയാണ് സൈസ് വരുന്നത്. വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. അടുത്ത വെറൈറ്റിയാണ്, റെയറസ്റ്റ് വെറൈറ്റി ഉണ്ട്, ക്രിസ്റ്റീന കേട്ടോ. ക്രിസ്റ്റീനയുടെ ഫ്ലവേഴ്സിൻ്റെ ഭംഗി ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാ ഇങ്ങനെയാണ് ക്രിസ്റ്റീന പറയണേ കേട്ടോ. നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ. ഇതിപ്പോൾ പൊഴിയാറായ ഫ്ലവറാണ് കേട്ടോ. ഇട്ട് വരുമ്പോൾ ഇങ്ങനെയല്ല. അപ്പോൾ ഇതിൻ്റെ ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് കേട്ടോ. നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഒരു പ്ലാന്റ് പോലും ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് ഇല്ല. അതുപോലെ തന്നെ എല്ലാം അതാത് പ്ലാന്റ്സിൻ്റെ സ്റ്റെംസ് കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റുകളാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ക്രിസ്റ്റീനയുടെ ഫ്ലവറിൻ്റെ ഭംഗി നോക്കിക്കോളൂ. ഇങ്ങനെയാണ് പറയണത് കേട്ടോ. നല്ല രസമാണ്. ചിലതുണ്ട് അത് ഫെയ്ഡ് ആവുന്നതോറും ഈ ഒരു ഇതിലേക്ക് വരും കേട്ടോ. മാറി മാറി സൈഡിലൊക്കെ കാണാൻ പറ്റും. കംപ്ലീറ്റ് പിങ്കിലേക്ക് വരും കേട്ടോ. ഇപ്പോൾ വിരിഞ്ഞ് വരുമ്പോൾ ദാ ഇതുപോലെ നല്ല ഭംഗിയായിട്ടായിരിക്കും വന്നിട്ട്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് ക്രിസ്റ്റീന. ഇപ്പോൾ ക്രിസ്റ്റീനയൊക്കെ ടോപ്പ് റെയർ പ്ലാന്റാണ്. അതിൻ്റെ കുറച്ച് തൈകൾ നമുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദാ ഈ ഒരു വലുപ്പത്തിലേക്കുള്ള ചെറിയ തൈകളാണ്, ഓൺ റൂട്ടർ പ്ലാന്റ്സ് ആണ്. ഇത് ഞാൻ വിത്ത് പോട്ട് അയക്കാനാണ് കൂടുതൽ താല്പര്യപ്പെടുന്നത്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വളർച്ച ഈ പോട്ടിൽ തന്നെ കുറച്ചും കൂടി ഡെവലപ്പ് ആവണം. അപ്പോൾ അതുകൊണ്ടിട്ട് കടയനങ്ങാതെ നിങ്ങളുടെ കയ്യിലേക്ക് വരാമെന്ന് കരുതിയിട്ട് വിത്ത് പോട്ടാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യണേ കേട്ടോ. അപ്പോൾ ദാ ക്രിസ്റ്റീനയുടെ ഓൺ റൂട്ടർ പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് 650 650 രൂപയാണ് റേറ്റ് വരുന്നത്. അതാത് സ്റ്റെമ്മാണ്. ഇതാണ്ടോ പൂക്കൾ ആയി വരണം കേട്ടോ. 650 രൂപയാണ്. വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ. അധികം ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിലില്ല കേട്ടോ. ഇങ്ങനെയാണ് വരണത്. ഇതാ ചിലതാ ഇങ്ങനെ ഉണ്ട് പ്ലാന്റ്സ്. ചിലതാ ഇങ്ങനെയാണ് സൈസ് വരെ. സൈസ് ചെറിയ സൈസാണ് കേട്ടോ. കണ്ടതിന് ശേഷം മാത്രം മേടിക്കുക. ക്രിസ്റ്റീനയ്ക്ക് ഈ ഒരു റേഞ്ചിൽ അങ്ങനെ അവൈലബിൾ ആവില്ല കേട്ടോ. കാരണം നല്ല റേറ്റ്. ഇത് വളരുന്തോറും നമുക്ക് വില കൂടുന്ന ചെടികളാണ് കടലാസ് ചെടികളെല്ലാം തന്നെ. ഇതാണ്ടോ ഇങ്ങനെ അതിൻ്റെ ഇലകൾക്കും പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അപ്പോൾ വേണ്ടവർ മാത്രം സൈസ് കണ്ടതിന് ശേഷം മാത്രം കോൺടാക്ട് ചെയ്യുക കേട്ടോ. അടുത്ത പ്ലാന്റാണ് വിധാതാരി കേട്ടോ. വിധാതാരിയുടെ നല്ല ഭംഗിയുള്ള പ്ലാന്റ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിലൊക്കെ ഫ്ലവേഴ്സാണ്. ചിലതിലൊന്നും ഒറ്റ ഫ്ലവർ പോലും ഇല്ലാണ്ട് നിൽപ്പുണ്ട് കേട്ടോ. കംപ്ലീറ്റ് ഫ്ലവർ പൊഴിഞ്ഞു പോയിട്ട് സിംഗിൾ സ്റ്റെമ്മിൽ വന്നിരിക്കുന്ന പ്ലാന്റ്സ് ആണ്. ഈ ഒരു സൈസൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. പ്രത്യേക ഒരു കാര്യം പറയാം, ഈ പൂക്കൾ നിൽക്കുമ്പോൾ പ്ലാന്റ്സ് വളരെയധികം ബുഷിയായിട്ട് നമുക്ക് തോന്നും കേട്ടോ. പൂക്കൾ പൊഴിഞ്ഞ് കഴിയുമ്പോൾ പ്ലാന്റ്സ് ചെറുതാണെന്ന് തോന്നും. എനിക്ക് പേഴ്സണലി ഇങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ പറയണേ, പൂക്കൾ പൊഴിയുമ്പോൾ ശരിക്കും നമുക്കൊരു പ്രത്യേക ഒരു ഭംഗി ചെടിയുടെ നഷ്ടപ്പെട്ട പോലെ നമുക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ പൂക്കളെ പാടി നിൽക്കുന്നത് ചിലപ്പോൾ പൂക്കൾ പൊഴിഞ്ഞ് പോകട്ടെ. അപ്പോൾ ഇങ്ങനെയാണ് സൈസ് വരുന്നത്. 550 550 തന്നെയാണ് റേറ്റ് വരുന്നത്. വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഇത് അടുത്ത പ്ലാന്റ് ചോക്ലേറ്റ് ബ്രൗൺ ആണ് കേട്ടോ. ചോക്ലേറ്റ് ബ്രൗണിൻ്റെ നല്ല അടിപൊളി പ്ലാന്റ്സുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. നല്ല സൂപ്പർ പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇതുണ്ടോ ഇങ്ങനെയൊക്കെയാണ് സൈസ് വരണത് കേട്ടോ. 490 490 റേറ്റ് വരുന്നത്. കണ്ടോ ഇങ്ങനെയൊക്കെയാണ് സൈസ് വരുന്നത് കേട്ടോ. ചിലതിൻ്റെ സൈസ് ഞാൻ വേറെ ഉണ്ട് കേട്ടോ. അതും കാണിച്ചതാ. ഇതൊക്കെയാണ് സൈസ് വരുന്നത്. 490 490 റേറ്റ് വരണത്. ഇതാണ്ടോ ചിലതൊക്കെ ഇതാ ഇങ്ങനെ വന്നിട്ട് നല്ല ഹാർഡ് സ്റ്റെമ്മിൽ വന്നിരിക്കുന്ന പ്ലാന്റ്സുകളുണ്ട്. ഫ്ലവർ ഉണ്ട് കേട്ടോ. ചിലതിൽ ഫ്ലവർ ഉണ്ട്, ചിലതിൽ ഒറ്റ ഫ്ലവറും ഇല്ലാണ്ടാണ് നിൽക്കണേ കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് സൈസ് വരണത് കേട്ടോ. 480 രൂപയാണ്. വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ചോക്ലേറ്റ് ബ്രൗൺ ആണ് ID വരുന്നത്.
ഇത് വരുന്നത് ബ്രിസ പിങ്ക് ആണ് കേട്ടോ. ഇതിന് ഗ്ലോസി ബ്രിസ എന്ന് പറഞ്ഞിട്ടൊരു ഐഡിയയും കൂടി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെയും കൂടി കണ്ടു ഞാൻ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതാ ഇങ്ങനെയാണ് സൈസ് പറയണേ കേട്ടോ. അത്യാവശ്യം നല്ല ഭംഗിയുള്ള പ്ലാന്റ്സ് ആണ്. ഇപ്പോൾ ഇതിൻ്റെ ഫ്ലവേഴ്സൊക്കെ പൊഴിഞ്ഞു പോയിട്ട് നിൽക്കണേ കേട്ടോ. അടുത്ത ഫ്ലവേഴ്സ് വരാറായിട്ടാണ്. നല്ല ഹെൽത്തി ബുഷി പ്ലാന്റാണ്. 550 ആണ് ഇതിൻ്റെ റേറ്റ് പറഞ്ഞത്. ഇതിനുണ്ടോ ആദ്യം വരുന്ന ഫ്ലവേഴ്സ് ഇതാണ്ടോ ഇങ്ങനെയായിരിക്കും വരാം കേട്ടോ. പിന്നീട് അതിൽ നിന്ന് ഡാർക്കനായി കണ്ടോ ഈ ഒരു ഷെയ്ഡിലോട്ടൊക്കെ വരണം. നല്ല ഡാർക്ക് റെഡ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു മജന്തയും പിങ്കും കൂടി മിക്സ് ആയ ഒരു കളറിലേക്ക് വരുന്ന പ്ലാന്റാണ് ബ്രിസ പിങ്ക്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 550 കേട്ടോ. 550 രൂപയാണ്. വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഇത് അടുത്തത് വാട്ടർമെലൺ കിസ് ആണ് കേട്ടോ. വാട്ടർമെലൺ കിസിൻ്റെ നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് കേട്ടോ. സൂപ്പർ പ്ലാന്റ്സ് ആണ്. ഇതിൻ്റെ കളറ് ആയി വരണതേ ഉള്ളൂ കേട്ടോ. കാരണം ആദ്യത്തെ ഫ്ലവേഴ്സ് കംപ്ലീറ്റ് പൊഴിഞ്ഞു പോയി. രണ്ടാമത് ഫ്ലവേഴ്സ് ആയി വരണ പ്ലാന്റ്സ് ആണ്. അത്യാവശ്യം നല്ല ഭംഗിയാണ് കേട്ടോ കാണട്ടെ. 1500 ആണ് ഇതിൻ്റെ റേറ്റ് വരണത്. ഇങ്ങനെയായിരിക്കും സൈസ് പറഞ്ഞിട്ട്. അപ്പോൾ വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. എന്താ നല്ല ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ് കേട്ടോ. എല്ലാം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗ്രാഫ്റ്റഡ് ഒന്നും അല്ല, ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ് പ്ലാന്റ് കേട്ടോ. ഇതധികം സ്റ്റോക്കിലില്ല കേട്ടോ. നമുക്കിത് ഇതാണ് സൈസ് പറഞ്ഞത്. 1500 ആണ് റേറ്റ് പറഞ്ഞത്. വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. അത് നമുക്ക് സിൽവർ ക്യൂൻ അല്ലെങ്കിൽ സിൽവർ തായ് ഡിലൈറ്റ് കേട്ടോ. എക്സാക്ട്ലി തായ് ഡിലൈറ്റിൻ്റെ ഫ്ലവേഴ്സ് തന്നെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അങ്ങനെ ഒരു ഐഡിയ വരുന്നുണ്ട്. ഫ്ലവേഴ്സ് ഇലകളുടെ ഒരു ഇത് കൊണ്ടിട്ടാണ് സിൽവർ ക്യൂൻ എന്ന് പറഞ്ഞ ഒരു ഐഡിയ കൂടി വന്നേക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ് ഫ്ലവേഴ്സ് കാണാൻ. നല്ല വലുപ്പത്തിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. 450 ആണ് റേറ്റ് പറഞ്ഞത്. വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഇതുപോലെ തന്നെ വൈറ്റ് ആയിരിക്കും ഫ്ലവേഴ്സ് പറഞ്ഞാൽ. ഇതിൻ്റെ റെഫറൻസ് പിക്ക് ഞാൻ സൈഡിൽ കൊടുത്തേക്കട്ടെ. ലൈറ്റ് റോസും കൂടിയും കയറി വന്ന് വളരെ ഭംഗിയുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. അടുത്ത പ്ലാന്റ് മൊണാലിസ റെഡ് ആണ് കേട്ടോ. മൊണാലിസ റെഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഇലകളുടെ ഭംഗി ഇതാ നിങ്ങൾക്ക് ഇതിപ്പോൾ കാണാൻ പറ്റും. ഇതുണ്ടോ നല്ല ഗ്ലേസിങ് ആയിട്ടുള്ള ലീവ്സ് ആണ് കേട്ടോ. ഇതിന് നല്ല ഭംഗിയാണ്. പൂക്കളും അത്രത്തോളം നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഇപ്പോൾ ഇതിൻ്റെ ഫ്ലവേഴ്സൊക്കെ തന്നെ ഇവിടെ നിന്നൊക്കെ പൊഴിഞ്ഞു പോയി. രണ്ടാമത് നല്ല ചകപ്പുകളൊക്കെ പൊട്ടി അടിപൊളി പ്ലാന്റ്സ് ആണ്. 180 ആണ് ഇതിൻ്റെ റേറ്റ് പറഞ്ഞത്. വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. അടുത്തത് മാർബിൾ ക്യൂൻ എന്ന് പറഞ്ഞ വെറൈറ്റി ആട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഒരു 3 പ്ലാന്റ്സ് ആണ് നമുക്ക് സ്റ്റോക്കിലുള്ളൂ കേട്ടോ. 350 ആണ് ഇതിൻ്റെ റേറ്റ് പറഞ്ഞത്. ഇതാ ഇങ്ങനെയായിരിക്കും സൈസ് പറഞ്ഞിട്ട്. ഇതിൻ്റെ പൂക്കൾ അധർണയുടെ പ്ലാന്റ്സ് ആയിട്ട് പൂക്കളായിട്ട് വളരെ സാമ്യമുള്ളതാണ് കേട്ടോ. നമുക്കൊരു ലൈറ്റ് ഓറഞ്ചും പീച്ചും എല്ലാം കൂടി കളർന്ന് വരുന്നതാണ് ഇതിൻ്റെ വരുന്നത്. ഇതാ ഇതൊക്കെ ഇപ്പോൾ ഫ്ലവേഴ്സ് പൊഴിഞ്ഞോട്ട് രണ്ടാമത് വരുന്നത്. ഇതാണ് സൈസ് പറഞ്ഞത്. 350. ചെറിയ പ്ലാന്റ്സ് ആണ് കേട്ടോ. 2 പ്ലാന്റുകൾ ചെറുതാണ്. ഒരെണ്ണത്തിൽ ഇതാണ്ടോ നല്ലതുപോലെ ഇതാ ഫ്ലവേഴ്സ് ഇതാ ഇങ്ങനെ വന്നു. ഇത് ഫെയ്ഡായ ഫ്ലവേഴ്സാണ് കേട്ടോ. ആദ്യം വരണത് ഇങ്ങനെയായിരിക്കത്തില്ല. ആദ്യം എന്താ ഇതുപോലെ ആയിരിക്കും വരണത് കേട്ടോ. 350 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഇത് കവർ സൈസാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നതാണ്. എങ്കിൽ ഇപ്രാവശ്യം നമുക്ക് കുറച്ചും കൂടി സ്റ്റോക്ക് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചില്ലി റെഡിൻ്റെ സൈസാണ് പറഞ്ഞത്. 230 230 രൂപയ്ക്കാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് കൊടുക്കുന്നത് കേട്ടോ. ഫ്ലവർ ഇടാറായ നല്ല അടിപൊളി പ്ലാന്റ്സുകളാണ്. സൂപ്പർ പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇതുണ്ടോ നല്ല കവറുകളൊക്കെ ഉള്ള അടിപൊളി പ്ലാന്റാണ്. ഇതിൻ്റെ റേറ്റ് 230 രൂപയാണ് കേട്ടോ. ഇത് നമ്മുടെ ചില്ലി ഓറഞ്ചാണ്. യെല്ലോ ഫ്ലവേഴ്സ് ആയിരിക്കും. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്ലവറിൻ്റെ ഒരു പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ ഇങ്ങനെയായിരിക്കും ചില്ലി യെല്ലോൻ്റെ ഫ്ലവർ വന്നിട്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഹാങ്ങിങ്ങിൽ ഇടാൻ പറ്റുന്ന ബെസ്റ്റ് വെറൈറ്റീസ് ഉണ്ട് ചില്ലിയുടെ ഐറ്റംസൊക്കെ. അപ്പോൾ ഇതിനൊരു ഇച്ചിരി നനവുണ്ട്. ഒട്ടും നനവില്ല. നനവിൻ്റെ കുറവുണ്ട്. അതുകൊണ്ടാണ് ഇച്ചിരി വാടിയ പോലെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റും 230 രൂപയാണ് കേട്ടോ. ഇത് നമ്മുടെ ചില്ലി ഓറഞ്ചാണ്. നല്ല ഭംഗിയാണ്. ഫയറപ്പാലും ചില്ലി ഓറഞ്ചും ആ ഒരു സാമ്യമുണ്ട് കേട്ടോ. വളരെയധികം സാമ്യമുണ്ട് ആ ഒരു കളറിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയും ഈ ഒരു സൈസുള്ള പ്ലാന്റാണ്. ചില്ലി ഓറഞ്ച് ഇച്ചിരി റേറ്റുള്ള പ്ലാന്റാണ്. 300 ആണ് ഈ കവർ സൈസ് വരെ. ചില്ലി ഓറഞ്ച് നമുക്ക് അധികം സ്റ്റോക്കില്ല കേട്ടോ. 3 പ്ലാന്റോ 4 പ്ലാന്റോ ഉള്ളൂ. ചില്ലി റെഡും ചില്ലി യെല്ലോയും ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ഇനി ബട്ടർഫ്ലൈ ആണ്. ബട്ടർഫ്ലൈയുടെ വെരിഗേറ്റഡ് ബട്ടർഫ്ലൈയുടെ പ്ലാന്റ് ആണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. 240 240 രൂപയാണ്. നല്ല വലുപ്പത്തിലുള്ള പ്ലാന്റ്സ് ഉണ്ട്. ഇപ്പോൾ ഇതിലിപ്പോൾ 2 തൈ മുളച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചിലതിലൊക്കെ ഓരോ പ്ലാന്റ്സ് ആണ്. എങ്കിലും നല്ല ഹെൽത്തി പ്ലാന്റ്സ് ഉണ്ട്. വലുപ്പമുള്ള പ്ലാന്റുകളാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 240 റുപ്പീസാണ്. വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഇതാണ് കേട്ടോ ചില്ലി റെഡിൻ്റെ പ്ലാന്റ് കേട്ടോ. ഫ്ലവർ ഇടുമ്പോൾ ഇതുപോലെ എനിക്ക് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ചില്ലി റെഡ് അതിൻ്റെ തൈകളാണ് കേട്ടോ നമ്മളിപ്പോൾ കാണിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ ഇട്ടൊരു പ്ലാന്റ് കണ്ടപ്പോൾ ഞാൻ കാണിച്ചു തരണതാണ്. ചില്ലി റെഡ് എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത് ഇതുപോലെ വള്ളി പോലെ താഴത്തേക്ക് ഇങ്ങനെ വീശി ഇറങ്ങും കേട്ടോ. നമുക്ക് ഹാങ്ങിൽ ഇടാൻ പറ്റുന്ന അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ. വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. അതുപോലെ ഇത് റൂബി റെഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. 390 റുപ്പീസാണ് റേറ്റ് പറഞ്ഞത്. നല്ല ഭംഗിയായിട്ട് റൂബി റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാനായിട്ട്. ഒരു ബീട്രൂട്ട് കളർ ഫ്ലവേഴ്സ് ആയിരിക്കും. റെഫറൻസ് ബുക്ക് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. ഇപ്പം ഇനി ഇരിക്കുന്നതിൽ ഫ്ലവേഴ്സ് അധികം ഇല്ല കേട്ടോ. ഈ ഒരു സൈസാണ് പറഞ്ഞത്. ഇതിൻ്റെ റേറ്റ് 390 റുപ്പീസ്. വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ.
അടുത്തത് 4 പെറ്റൽ എന്ന് പറഞ്ഞ വെറൈറ്റി ഉണ്ട്. നമ്മൾ ഒത്തിരി വീഡിയോസിൽ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനിയും സ്റ്റോക്ക് ഉണ്ട് പ്ലാന്റ്സ്. ഇതിൻ്റെ റേറ്റ് 450 റുപ്പീസാണ്. വൈറ്റ് കളർ ഫ്ലവേഴ്സ് ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വള്ളി പോലെയാണ് ഇതിൻ്റെ സ്റ്റെംസ് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഹാങ്ങിങ്ങിൽ വെക്കുന്നതാണ് ഇച്ചിരി കൂടി ഭംഗി. അപ്പോൾ ഞാൻ 2-3 സെറ്റ് ചെയ്യണമെന്ന് കരുതിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള പെറ്റൽസ് ആയിട്ട്. ഇപ്പോൾ പൂക്കൾ കാണിക്കാനായിട്ടില്ല, എല്ലാം തന്നെ പൊഴിഞ്ഞു പോയിട്ട് നമ്മുടെ ഫ്ലവേഴ്സ് എല്ലാം ഇനി ആയി വന്നിട്ട് വേണം. വൈറ്റ് കളറാണ്, നല്ല ഭംഗിയുള്ള പെറ്റൽസ് ആണ് കേട്ടോ. ഏകദേശം 3 സ്റ്റാറിൻ്റെയൊക്കെ പോലെയാണ് അതിൻ്റെ പെറ്റൽസിൻ്റെ സൈഡ് വരുന്നത്. ഇപ്പോൾ ഫോർമൂസ വൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് സെയിൽ ചെയ്യേണ്ടത് നമുക്ക് ഇട്ടിരിക്കുന്ന ഐഡി 4 പെറ്റൽസ് എന്നാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 450 ആണ് കേട്ടോ. ഇതിതാ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന വെറൈറ്റി ആയിരുന്നു കേട്ടോ. നമ്മളന്ന് 10 പീസാണ് സ്റ്റോക്കിൽ കൊണ്ടുവരുന്നത്. ഹെവി ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരുന്നു. അന്ന് ഒത്തിരി പേര് ഈ പ്ലാന്റ് ചോദിച്ചിട്ട് ഇവിടെ വന്നവരാണ് കൂടുതൽ എടുത്തിട്ട്. കാരണം ഇതിൻ്റെ ഭംഗി വന്ന് കണ്ടാലാണ് ഇച്ചിരി കൂടി മനസ്സിലാവണത് കേട്ടോ. അത്രയും ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ലീഫിൻ്റെ ഭംഗിയും പെറ്റൽസിൻ്റെ ഭംഗിയെ കൂടെ അടിപൊളി പ്ലാന്റ് ആണ്. എനിക്ക് ഇതിൻ്റെ ഐഡി കൃത്യമായിട്ട് അറിയത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐഡി പറയാത്തത്. നല്ല ഭംഗി ഹെവി ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 390 റുപ്പീസ്, 390 രൂപയാണ് റേറ്റ് പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ട് അതിങ്ങനെ നമ്മളെ പാരപ്പറ്റിൻ്റെ മുകളിൽ കംപ്ലീറ്റ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. കാരണം ദൂരെ നിന്ന് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ പെറ്റൽസ് പറഞ്ഞത് കേട്ടോ. നല്ല ഹെവി ബുഷി ആയിട്ടുള്ളത്. ഇത്രയും ബുഷി ആയിട്ടുള്ള പ്ലാന്റിൻ്റെ ദൂരെ നിന്ന് കാണിച്ചു തരാം. കണ്ടോ, ഈ ഇത്രയും ബുഷി ആയിട്ടുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരെ 390 ആണ്. വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. അടുത്ത പ്ലാന്റ് അരുണ റെഡ് അല്ലെങ്കിൽ പലേക്കർ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ ഇട്ട പ്ലാന്റ്സ് ആണ് നിൽക്കുന്നത്. തൊട്ടടുത്തുള്ളത് ഫ്ലവറൊക്കെ പൊഴിഞ്ഞു പോയി രണ്ടാമത് ഫ്ലവർ വരുന്ന പ്ലാന്റ്സ് ആണ്. ഇതും ഈ പറഞ്ഞ പോലെ ഇങ്ങനെ വള്ളി ഇങ്ങനെ വീശി വരുന്ന പോലെ ടൈപ്പ് ആയതുകൊണ്ട് ഹാങ്ങിങ്ങിൽ ഇടുന്നതിന് ഇച്ചിരി കൂടെ ഭംഗിയായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 300 റുപ്പീസ്, 300 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. കണ്ടോ, അതിൻ്റെ ഫ്ലവേഴ്സ് ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. ഇതിൻ്റെയൊക്കെ ഉണ്ട് ഫ്ലവേഴ്സൊക്കെ പൊഴിഞ്ഞിട്ട് രണ്ടാമത് വരണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റിനെ കാണിക്കുക. ഇങ്ങനെയാണ് സൈസ് വരുന്നത്. 300 ആണ് റേറ്റ് വരുന്നത്. വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. അടുത്തത് ഹവായി പർപ്പിളാണ് കേട്ടോ. ഹവായി പർപ്പിളിലെ കുറച്ച് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. 460 റുപ്പീസാണ് റേറ്റ് വരുന്നത്. അധികം പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കിലില്ല കേട്ടോ. ചിലതൊക്കെ പൂക്കളൊക്കെ പൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഇതെല്ലാം ഹവായി പർപ്പിളിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. പിന്നെ റേറ്റ് വരുന്നത് 460 ആണ്. ഇത് നമുക്ക് ഹാങ്ങിങ്ങിൽ ഇടാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ്. ഇതുണ്ടോ, ഇതുപോലെ ഇപ്പോൾ ഇത് ഞാൻ ഹാങ്ങിങ്ങിൽ ഇട്ടിരിക്കുന്നതാണ്. ഇതുപോലെ നിറച്ച് ഫ്ലവേഴ്സായിട്ട് വരുന്ന ഒരു ഹവായി വൈറ്റ് പോലെ തന്നെ വരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഹവായി പർപ്പിൾ കണ്ടോ, നല്ല ലീഫുകൾ കൊണ്ടിട്ടും എല്ലാം കൊണ്ട് നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. അടുത്ത പ്ലാന്റ് മഹാറ വെരിഗേറ്റഡ് കേട്ടോ. ഒത്തിരി ഡിമാൻഡുള്ള പ്ലാന്റാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം നമുക്കൊരു 10 പ്ലാന്റ് സ്റ്റോക്കിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോർമൽ മഹാറ ഇല്ല കേട്ടോ. നോർമൽ മഹാറ ഒരുപാടുണ്ട്, പല പല കട്ട വെറൈറ്റീസും ഉണ്ട്. പക്ഷെങ്കിലും ഈ പ്ലാന്റിൻ്റെ ലീവ്സും വെരിഗേറ്റഡ് ആണ് കേട്ടോ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തിലും ചെറിയ സൈസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നിറച്ച് ഫ്ലവേഴ്സായിട്ടും പിന്നെ ഈ പറഞ്ഞ പോലെ ഡിഫറെൻ്റ് ആയിട്ട് കുറച്ചും കൂടി വലിയ വലിപ്പമുള്ള പ്ലാന്റ്സുകളാണ് കിട്ടിയിരുന്നത്. ഈ പ്രാവശ്യം നമുക്ക് ചെറിയ പ്ലാന്റാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഇതിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് 480 480 രൂപയ്ക്ക് കൊടുക്കണം. നമ്മൾ 550 ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കേട്ടോ. അത് ഇച്ചിരി കൂടി വലുപ്പമുള്ള പ്ലാന്റ്സ് ആയിരുന്നേ. ഇതിൻ്റെ റേറ്റ് 480 രൂപയാണ്. അധികം സ്റ്റോക്കില്ല കേട്ടോ. 10 പ്ലാന്റ് സ്റ്റോക്കിലുള്ള വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഇനി അടുത്ത പ്ലാന്റ് ബ്ലാക്ക് മെറിയാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 10 പ്ലാന്റുകൾ കൊണ്ടുവന്നു. അതിന് 8 പ്ലാന്റുകൾ സോൾഡ് ഔട്ടായി. ഇനി 2 പ്ലാന്റും കൂടി സ്റ്റോക്കിലുണ്ട് കേട്ടോ. അത്യാവശ്യം ഡിമാൻഡുള്ള പ്ലാന്റാണ്. ഫ്ലവേഴ്സ് കൊണ്ടിട്ടും ബൊഗൻവില്ല ചെടികൾ ഇച്ചിരി കൂടുതൽ വെറൈറ്റി ഉള്ള പ്ലാന്റാണ് കേട്ടോ. ലീഫ് കൊണ്ടിട്ടാണെങ്കിലും പൂക്കൾ കൊണ്ടിട്ടാണെങ്കിലും അതിൻ്റെ ഒരു വളർച്ച കൊണ്ടിട്ടാണെന്നുണ്ടെങ്കിലും ഒക്കെ തന്നെയാണെങ്കിലും വളരെ വ്യത്യസ്തമായിട്ടുള്ള പ്ലാന്റാണ് ബ്ലാക്ക് മെറിയ എന്ന് പറഞ്ഞ പ്ലാന്റ്. 950 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ കരുതി ഇതിൽ ഇലകളൊന്നുമില്ല, കുറേ ഇലകളൊക്കെ പൊഴിഞ്ഞു പോയിട്ടുണ്ട്. അത് ഇവിടെ എല്ലാം ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നതാണ്. അതെല്ലാം പൊഴിഞ്ഞു പോയിരിക്കുന്നതാണ് കേട്ടോ. അതിനിപ്പോൾ രണ്ടാമത് തളിർത്ത് നല്ല അടിപൊളിയായിട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ പ്ലാന്റ് എൻ്റെ കയ്യിലുണ്ട്. മദർ പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല പെട്ടെന്ന് ഡെവലപ്പ് ആവുകയും ചെയ്യും. നമുക്ക് സ്റ്റെം കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ഉണ്ട് ബ്ലാക്ക് മെറി. ഇതിൻ്റെ ഇലകൾ തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. പൂക്കളുടെ റെഫറൻസ് ബുക്ക് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ. 2 പ്ലാന്റ് സ്റ്റോക്കിലുള്ളൂ. 950 റുപ്പീസാണ് റേറ്റ് വരുന്നത്. സൈസ് കാണാം. അതിനുശേഷം മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ. ഇത് എൻ്റെ കയ്യിലുള്ള ബ്ലാക്ക് മെറിയാണ് കേട്ടോ. ഇതൊരു ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആയിരുന്നു. ഞാൻ അന്വേഷിച്ചിട്ട് എനിക്ക് അതിൻ്റെ റൂട്ടഡ് പ്ലാന്റ് കിട്ടിയില്ല. ഇപ്പോൾ നമ്മൾ വീഡിയോയിലിടുന്ന എല്ലാം റൂട്ടഡ് പ്ലാന്റ് ആണ് കേട്ടോ. അതുകൊണ്ട് ഇത് ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആണ്. പക്ഷേ എങ്കിലും നല്ല ഭംഗിയായിട്ട് കണ്ടോ ഡെവലപ്പായിട്ട് വന്നിട്ടുണ്ട്. ഒത്തിരി കട്ടിങ്സ് എടുക്കാൻ പാകത്തിലേക്ക് വലുതായി വന്നിട്ടുണ്ട് കേട്ടോ പ്ലാന്റ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് നമ്മൾ സെയിൽ പോസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. സമയമായിട്ടില്ല, പ്രൊപ്പഗേഷന് ടൈം ആയിട്ടില്ല. ഇപ്പോൾ നമ്മൾ കുത്തി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു പ്ലാന്റ്സ് നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് ചെയ്ത് കിട്ടുന്നത് റേറ്റ് കുറവായിരിക്കും. പിടിച്ചു കിട്ടും, എങ്കിൽ കൂടി റേറ്റ് കുറവായിരിക്കും കേട്ടോ. ഒരു പ്രൊഡക്ടിവിറ്റി കുറവായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് ബ്ലാക്ക് മെറിയ. ഇതിൻ്റെ റെഫറൻസ് ബുക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. 2 പ്ലാന്റ് സ്റ്റോക്കിലുള്ളത്. അപ്പോൾ വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഇത് അടുത്തത് കയാട്ടയാണ് കേട്ടോ. കയാട്ടയുടെ 2 പ്ലാന്റ് നമുക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് പഴയ സ്റ്റോക്ക് ഇരുന്നേച്ചതാണ് കേട്ടോ. അത് ഡെവലപ്പായി പ്രൂണൊക്കെ ചെയ്തു വന്ന് ഫ്ലവർ ഇട്ടിട്ടില്ല. 350 ആണ് റേറ്റ് വരുന്നത്. അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ.
നമുക്ക് വലുതായി കിട്ടിയേക്കുന്ന പ്ലാന്റ്സാണ്. ചെറിയ പ്ലാന്റ് ആയിരുന്നു കേട്ടോ ഇതൊക്കെ. അപ്പോൾ 2 പ്ലാന്റാണ് സ്റ്റോക്കിലുള്ള 350 ആണ് റേറ്റ് വരുന്നത്. കയ്യാട്ടയുടെ റെഫറൻസ് പിക്ക് ഞാൻ കൊടുത്തേക്ക്. കഴിഞ്ഞ പ്രാവശ്യം സെയിൽസ് വീഡിയോയിൽ നമുക്ക് അടിപൊളി പ്ലാന്റ് 2 വേറെ ഉണ്ടായിരുന്നു കേട്ടോ. അത് 2 നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ തന്നെ പ്ലാന്റ് സെയിലായിരുന്നു. 2 പ്ലാന്റേ ഉണ്ടായുള്ളൂ കേട്ടോ. പിന്നെ ആൾക്കാർ ചോദിച്ചു കൊടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ ഇതിനൊക്കെ കാര്യം മറന്നു പോയായിരുന്നു. ഇന്നിപ്പോൾ നമ്മളിവിടെ മാറ്റി വെക്കുമല്ലോ, നമ്മൾ ചില സമയത്ത് വരുന്ന പ്ലാന്റ്സ് ചെറുതാണെങ്കിൽ ഡെവലപ്പായിട്ട് കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ അങ്ങനെ വെച്ച സമയത്ത് കിട്ടിയതാണ്. കയ്യാട്ടയുടെ 2 പ്ലാന്റാണ് ഉള്ളത്. 350 റുപ്പീസാണ് ഉള്ളത്. വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. അടുത്ത പ്ലാന്റാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. റെഡ് പെഗാസ്കസ് ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. കിട്ടിയിരിക്കുന്ന എല്ലാവരും വളരെ നല്ല അഭിപ്രായം പറഞ്ഞൊരു പ്ലാന്റാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് പെറ്റ് സർവീസ് വഴി ഒരാൾക്ക് പോകാണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ കഴിഞ്ഞ സെയിൽസ് വീഡിയോയിൽ എടുത്ത് വെച്ചിരിക്കുന്ന പ്ലാന്റ്സാണ്. നിറച്ച് ഫ്ലവേഴ്സായിട്ടായിരിക്കും തന്നെ കേട്ടോ. എല്ലാം കാണാതെ പൂക്കുന്ന ഒരു വെറൈറ്റിയാണ്. റയർ വെറൈറ്റിയാണ്. അത്യാവശ്യം മാർക്കറ്റ് ഡിമാൻഡ് നല്ലതുപോലെ ഉള്ളതുമാണ്. എന്നാൽ അധികം കിട്ടാനില്ലാത്തൊരു പ്ലാന്റുമാണ് കേട്ടോ. അപ്പോൾ അതിലേതാ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള 950 റുപ്പീസാണ് കേട്ടോ. 3 പ്ലാന്റ് സ്റ്റോക്കിലുള്ളൂ. ഇതാണ് സൈസ് വരുന്നത്. അപ്പോൾ കൂടുതൽ വേണം എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലാന്റ്സ് എല്ലാം എടുക്കാം കേട്ടോ. ഇങ്ങനെയാണ് സൈസ് വരണേ കേട്ടോ. 950 റുപ്പീസാണ്. വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഇങ്ങനെ ഇല കാണാതെ തിങ്ങി നിറഞ്ഞായിരിക്കും കേട്ടോ പൂക്കളുണ്ടാവുക. പൂക്കൾ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇതിപ്പോൾ കാഴ്ചയിൽ കാണുമ്പോൾ നോർമൽ ഒരു കളറായിട്ട് തോന്നും കേട്ടോ. പക്ഷെ വളരെ ഡിഫറൻസ് ഉണ്ട്. നല്ല രസമുള്ള പ്ലാന്റാണ്. അതുകൊണ്ട് വിരിഞ്ഞ് വരുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. അതിൽ നിന്ന് മാറി ഒരു ഷെയ്ഡ് വരുന്നതോറും പ്രത്യേക ഭംഗിയുള്ള പ്ലാന്റാണ് റെഡ് പെഗാസ്കസ് കേട്ടോ. അതിനിതാ 3 തൈകൾ അവൈലബിൾ ആയിട്ടുള്ള 950 റുപ്പീസാണ് റേറ്റ് വരണേ കേട്ടോ. തിമ്മ പിങ്കിൻ്റെ 2 പ്ലാന്റ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. 180 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് പറഞ്ഞത് കേട്ടോ. നല്ല ഭംഗിയുള്ള പൂക്കളും ഇലകളും രണ്ടും വ്യത്യസ്തമായിട്ടുള്ള പ്ലാന്റാണ്. ഈ ഒരു സൈസാണ് ഉണ്ടായിരിക്കും. ഇതിൻ്റെ റേറ്റ് 180 ആണേ. ഇത്രയും പ്ലാന്റ്സുകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു അടിപൊളി ഓഫർ സെയിലാണ്. അപ്പോൾ വേണ്ടവർ പ്ലാന്റ്സുകൾ വേഗം ഓർഡർ ചെയ്യുക. വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാവും. അതിൽ മാക്സിമം മെസ്സേജ് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കോളുകൾ പരമാവധി ഒഴിവാക്കുക. ഏത് സർവീസാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് പെറ്റ് സർവീസ് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. DTDC സ്പീഡ് പോസ്റ്റ് ഏത് സർവീസാണ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതായിരിക്കും കേട്ടോ. അത് മാത്രമല്ല പ്ലാന്റ്സുകൾ നമ്മൾ നെക്സ്റ്റ് വീക്ക് മുതലായിരിക്കും അയച്ചു തുടങ്ങുന്നത്. പ്ലാന്റ്സുകൾ പർച്ചേസ് ചെയ്താൽ, അതായത് ഓർഡർ ചെയ്ത് പിറ്റേ ദിവസം മുതൽ അയച്ചോ എന്ന് ചോദിക്കരുത്. വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള പാക്കിംഗ് ആണ് ബൊഗൻവില്ലയുടെ. നിങ്ങളുടെ കൃത്യമായിട്ട് നിങ്ങൾ ഓർഡർ ചെയ്ത ആൾക്കാരുടെ പേരിൽ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് എഴുതി വെച്ച് അതാത് ദിവസം അയക്കുന്ന ദിവസം അവർക്ക് ട്രാക്കിംഗ് ഐ ഡി വോയിസ് മെസ്സേജോടും കൂടിയിട്ട് നമ്മൾ ഇൻഫോം ചെയ്യും കേട്ടോ. അതുവരെ വെയിറ്റ് ചെയ്യുക. ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട ആർക്കും വന്നിട്ടില്ല കേട്ടോ. കഴിഞ്ഞ ആഴ്ച ഓർഡർ ചെയ്ത എല്ലാവർക്കും ഈ ആഴ്ച തിങ്കൾ ചൊവ്വ ബുധനിലുള്ള എല്ലാവർക്കും ഡെലിവറി നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി 3 പേർക്കേ ഉള്ളൂ എന്നുള്ള കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓർഡേഴ്സുകളെല്ലാം ഇന്നലെ നമ്മളൊരു ചെറിയൊരു സെയിൽ പോസ്റ്റ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ക്ലാരിനറിയം പ്ലാന്റ് ഏകദേശം തീർന്നു. എനിക്ക് തോന്നുന്നു 9 പ്ലാന്റേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് വ്യൂസ് കുറച്ച് കുറവാണ്. കാരണം നമ്മൾ നോർമലി ബൊഗൻവില്ലാസ് ചെയ്യണതിൻ്റെ വീഡിയോസിനാണ് കൂടുതൽ നമുക്ക് റീച്ച് വരാറുള്ളത്. അത്രത്തോളം റീച്ച് അതിന് കിട്ടിയിട്ടില്ല. കാരണം അതിന് മാത്രം കൊടുക്കാനുള്ള പ്ലാൻസും അതില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെയും കുറച്ച് പ്ലാൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. കാനർവി ഇനി 2 പ്ലാന്റും കൂടി മറ്റോ ഉള്ളൂ നമുക്ക് സ്റ്റോക്കിൽ. അപ്പോൾ സപ്പോർട്ട് ചെയ്ത ആൾക്ക് ഒരിക്കൽ കൂടി താങ്ക് യു. അതിൻ്റെ പ്ലാൻസുകളും നമ്മൾ നെക്സ്റ്റ് വീക്ക് ആയിരിക്കും കേട്ടോ അയക്കണത്. അപ്പോൾ ഈ പ്ലാന്റുകളുടെ സൈസും റേറ്റും ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഡീറ്റെയിൽസ് എല്ലാം ക്ലിയർ ആയിട്ട് വീഡിയോയിൽ പറഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ അടിയിൽ ഒരു കമൻറ്റ് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും ആ കമൻറ്റിൻ്റെ അടിയിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ടെക്സ്റ്റ് ചെയ്തിടാൻ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ടാണ് ചിലവർ ഓരോ സാധനത്തിൻ്റെ റേറ്റും കാര്യങ്ങളും, അതായത് എത്ര രൂപയാവും ഇത്ര പ്ലാൻസുകൾ അയക്കുമ്പോൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ട് അതിൽ കോൺടാക്ട് ചെയ്യാൻ പറയുന്നതിന് കാരണം ഇതാണ്. ഈ ചാനലിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ നമ്മൾ ടെക്സ്റ്റ് ചെയ്യുന്നതിനൊരു പരിമിതിയുണ്ട്. നമുക്കെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഒരു വോയിസ് ഇടുന്ന പോലെ ഇടാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ചാനലിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുന്നവർക്ക് അങ്ങനെ ഞാൻ ഡീറ്റെയിൽ റിപ്ലൈ കൊടുക്കാമെന്ന് വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് പറയണേ കേട്ടോ. അതും കൂടി ഓർത്തിരിക്കുക. അപ്പോൾ മറ്റൊരു അടിപൊളി സെയിൽസ് വീഡിയോ അടുത്ത ആഴ്ച നമുക്ക് പുതിയ ബൊഗൻവില്ലാസ് പുതിയ വെറൈറ്റീസ് അപ്ഡേറ്റഡ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അതും ഓഫർ പ്രൈസിൽ തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടു കൂടി താങ്ക് യു.